അഹമ്മദാബാദിലെ വിമാന ദുരന്ത മേഖല പ്രധാനമന്ത്രി നരേന്ദ്രമോദി സന്ദർശിക്കുകയാണ്. അപകടത്തിൽ പരിക്കേറ്റവരെയും പ്രധാനമന്ത്രി കാണും എന്നാണ് സൂചന. 290 പേരാണ് വിമാന ദുരന്തത്തിൽ മരണമടഞ്ഞത്. അപകടമുണ്ടായ ബോയിംഗ് വിമാനത്തിന്റെ എഞ്ചിൻ നിർമ്മിച്ച ജനറൽ ഇലക്ട്രിക് കമ്പനിയും വിദഗ്ധരെ ഇന്ത്യയിലേക്ക് അയക്കും. ശ്രീനാഥ് ചന്ദ്രൻ സംഭവസ്ഥലത്ത് നിന്ന് തത്സമയ വിവരങ്ങളുമായി. ശ്രീനാഥ്, പ്രധാനമന്ത്രി സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട്. എന്താണ് വിശദാംശങ്ങൾ? അനുജ, ഏറ്റവും ഒടുവിൽ പ്രധാനമന്ത്രി ഇപ്പോൾ ദുരന്ത മേഖലയിലേക്ക് എത്തിയിട്ടുണ്ട്. അല്പസമയം മുമ്പാണ്, നേരത്തെ 8 മണിയോടെ അദ്ദേഹം എത്തുമെന്നായിരുന്നു ആദ്യം കിട്ടിയിരുന്ന അറിയിപ്പ്. ഇപ്പോൾ 9 മണിയോട് അടുപ്പിച്ചാണ് പ്രധാനമന്ത്രി എത്തുന്നത്. നേരിട്ട് വിമാനത്താവളത്തിൽ നിന്ന് ഇങ്ങോട്ടേക്ക് വരികയായിരുന്നു. വിമാനത്താവളത്തിൽ മുഖ്യമന്ത്രി ഭൂപേന്ദ്ര പട്ടേൽ, ഒപ്പം തന്നെ കേന്ദ്രമന്ത്രി CR പാട്ടീൽ അടക്കമുള്ളവർ, വ്യോമയാന മന്ത്രി അടക്കമുള്ളവരൊക്കെ തന്നെ എത്തിയിരുന്നു. അവിടെ നിന്ന് എല്ലാവരും നേരിട്ട് ഈ ദുരന്ത ഭൂമിയിലേക്ക് വന്നു. ഇപ്പോൾ ദുരന്ത ഭൂമിയിൽ ഈ അപകടം നടന്ന ഇടത്ത് ഇപ്പോൾ പ്രധാനമന്ത്രി ഉണ്ട്. അതിനകത്ത് നടന്നുകൊണ്ട് പ്രധാനമന്ത്രി എന്തൊക്കെയാണ് അവിടുത്തെ ഒരു സാഹചര്യം എന്നത് നേരിട്ട് അദ്ദേഹം ഒന്ന് വിലയിരുത്തുകയാണ്. അതിനുശേഷം ആശുപത്രിയിലേക്കും പോകും. സിവിൽ ആശുപത്രിയിലാണ് ഇപ്പോൾ പരിക്കേറ്റവരുള്ളത്. ഒപ്പം തന്നെ മൃതദേഹങ്ങളും സിവിൽ ആശുപത്രിയിൽ തന്നെയാണ് ഉള്ളത്. അതിന്റെ പോസ്റ്റ്മോർട്ടം നടപടികളൊക്കെ തന്നെ അതിവേഗം പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ DNA പരിശോധന നടത്തേണ്ടതുണ്ട്. മൃതദേഹങ്ങളെ തിരിച്ചറിയേണ്ടതുണ്ട്. തിരിച്ചറിയാൻ കഴിയാത്ത മൃതദേഹങ്ങൾ ബന്ധുക്കളുടെ DNA വെച്ച് മാച്ച് ചെയ്ത് നോക്കി വേണം അത് തിരിച്ചറിയേണ്ടത്. അതിനുള്ള നടപടിക്രമങ്ങൾ പുരോഗമിക്കുന്നുണ്ട്. ഇതിനോടകം തന്നെ ബന്ധുക്കൾ പലരും എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. അവരുടെയൊക്കെ തന്നെ സാമ്പിൾ അതിവേഗം ശേഖരിച്ച് കൊണ്ടിരിക്കുകയാണ്. ഏതാണ്ട് 72 മണിക്കൂറെങ്കിലും സമയം ആ പരിശോധന പൂർത്തിയാകാനായി വേണ്ടിവരും എന്നത് മനസ്സിലാക്കുന്നു. പ്രധാനമന്ത്രിയുടെ സന്ദർശനമാണ് ഈ മണിക്കൂറിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. അദ്ദേഹം ഈ ദുരന്തഭൂമിയിലെത്തുന്നു. പിന്നാലെ ആശുപത്രിയിലേക്ക് പോയി അവിടെ പരിക്കേറ്റവരെ കണ്ട് ആശ്വസിപ്പിക്കുന്നു. ഒരു പക്ഷേ വിജയ് റൂപാണിയുടെ വീട്ടിലേക്ക് കൂടി ഈ അപകടത്തിൽ അന്തരിച്ച മുൻ മുഖ്യമന്ത്രി വിജയ് റൂപാണി അദ്ദേഹത്തിന്റെ വസതിയിൽ, ഗാന്ധിനഗറിലെ വസതിയിലേക്ക് കൂടി പോകാനുള്ള സാധ്യത ഉണ്ട്. അദ്ദേഹത്തിന്റെ ഭാര്യ, വിജയ് റൂപാണിയുടെ ഭാര്യ അല്പസമയം മുമ്പ് ഗാന്ധിനഗറിലേക്ക് എത്തിയിരുന്നു. സംസ്ഥാന ആഭ്യന്തരമന്ത്രി ഹർഷ് സാങ്വി ആ വീട്ടിലേക്ക് എത്തുകയും അവരെ ആശ്വസിപ്പിക്കുകയും ഒക്കെ തന്നെ ചെയ്തിരുന്നു. ഒരുപക്ഷെ പ്രധാനമന്ത്രി കൂടി ഗാന്ധിനഗറിലെ അദ്ദേഹത്തിന്റെ വസതിയിലേക്ക് പോകാനുള്ള ഒരു സാധ്യത കൂടി നമ്മൾ കാണുന്നുണ്ട്. ആ തരത്തിൽ ഏതെങ്കിലും അറിയിപ്പായി പ്രധാനമന്ത്രിയുടെ ഓഫീസ് അറിയിച്ചിട്ടില്ലെങ്കിലും നമ്മൾ അങ്ങനെ ഒരു മൂവ്മെന്റ് കൂടി പ്രതീക്ഷിക്കുന്നുണ്ട്. ഏതായാലും പ്രധാനമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും പുതിയ പ്രഖ്യാപനങ്ങൾ ഉണ്ടാവുമോ എന്നുള്ള കാര്യം നമ്മൾ നോക്കുന്നുണ്ട്. കാരണം ഈ പരിക്കേറ്റ് ചികിത്സയിലുള്ള ആളുകൾക്ക്, അന്തരിച്ച കുടുംബാംഗങ്ങൾക്കൊക്കെ പ്രത്യേകമായി എന്തെങ്കിലും ഒരു സഹായം കൂടി പ്രധാനമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് പ്രഖ്യാപിക്കുമോ? ഇത്തരം അപകടങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ രൂപീകരിക്കാൻ പോകുന്ന ഹൈ ലെവൽ കമ്മിറ്റി, അതിന്റെ ഒരു സ്വഭാവം എങ്ങനെയായിരിക്കും എന്ന കാര്യത്തിലും ഒരു പ്രഖ്യാപനം, അതിന്റെ ഒരു ഘടന എങ്ങനെയായിരിക്കും എന്ന കാര്യത്തിൽ പ്രധാനമന്ത്രിയുടെ ഭാഗത്തു നിന്ന് ഒരു പ്രഖ്യാപനം ഉണ്ടാകുമോ എന്നുള്ളത് അറിയണം. ഇതിനോടകം തന്നെ ഈ ദുരന്ത ഭൂമിയിലേക്ക് ക്യാമ്പൽ വിൽസൺ, അതായത് എയർ ഇന്ത്യയുടെ CEO എത്തിയിട്ടുണ്ട്. അദ്ദേഹം ഏതെങ്കിലും ഒരു പ്രതികരണം നൽകാൻ ആ ഘട്ടത്തിൽ തയ്യാറായിരുന്നില്ല. അദ്ദേഹം നേരിട്ട് അകത്തേക്ക് പോവുകയായിരുന്നു. അവിടെ പ്രധാനമന്ത്രി എത്തുമ്പോൾ ക്യാമ്പ് വിൽസണും അവിടെ തന്നെയുണ്ട്. ഒരുപക്ഷെ അദ്ദേഹവുമായി നേരിട്ടും ഈ ദുരന്ത ഭൂമിയിൽ വെച്ച് തന്നെ പ്രധാനമന്ത്രി ചോദ്യങ്ങൾ ചോദിക്കാനുള്ള സാധ്യത കൂടിയുണ്ട്. ഇങ്ങനെ ഒരു അപകടം എന്തുകൊണ്ടുണ്ടായി എന്നതാണ് പ്രാഥമികമായി എയർ ഇന്ത്യയുടെ CEO എന്നുള്ള നിലയ്ക്ക് അറിയാവുന്ന കാര്യങ്ങൾ എന്താണ് എന്ന് പ്രധാനമന്ത്രി തേടിയേക്കാം. ഏതായാലും ബ്ലാക്ക് ബോക്സ് അടക്കമുള്ള നിർണായകമായ തെളിവുകൾ ശേഖരിച്ചിട്ടുണ്ട്. അത് പരിശോധിച്ചതിന് ശേഷമായിരിക്കും ഇതിൽ സാങ്കേതികമായി എന്താണ് ശാസ്ത്രീയമായി നമുക്ക് തെളിയിക്കാൻ പറ്റുക, എന്തായിരുന്നു യഥാർത്ഥത്തിൽ പിഴവ് പറ്റിയത്, എവിടെ പിഴച്ചു എന്നുള്ള കാര്യത്തിൽ. കാരണം അത് കണ്ടെത്തേണ്ടത് വളരെ പ്രധാനമാണ്. കാരണം ഭാവിയിൽ ഇത്തരം അപകടങ്ങൾ സംഭവിക്കാതിരിക്കാൻ അത് വളരെ പ്രധാനമാണ്. 96-ൽ അത്തരമൊരു അപകടം, 2 വിമാനങ്ങൾ കൂട്ടിയിടിച്ചുണ്ടായ അപകടം ഉണ്ടായി. അതിന് പിന്നാലെ അതെന്തുകൊണ്ട് സംഭവിച്ചു എന്ന് മനസ്സിലാക്കി ആ തെറ്റ് തിരുത്തിയത് കൊണ്ട് മാത്രമാണ് പിന്നീട് ഒരിക്കൽ പോലും അത്തരത്തിൽ ഒരു വലിയ ദുരന്തം ഇപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദുരന്തമുണ്ടായ സ്ഥലത്ത് എത്തിയിരിക്കുകയാണ്. അവിടെ അദ്ദേഹം കാര്യങ്ങൾ കാണുകയാണ്, മനസ്സിലാക്കുകയാണ് എന്നതാണ്. അതിനുശേഷം അദ്ദേഹം ആശുപത്രിയിലേക്ക് എത്തും, പരുക്കേറ്റവരെ സന്ദർശിക്കും. എന്തെങ്കിലും പുതിയ പ്രഖ്യാപനങ്ങൾ അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുമോ എന്നറിയില്ല. ഒപ്പം തന്നെ വിജയ് റൂപാണി, മുൻ മുഖ്യമന്ത്രി, അപകടത്തിൽ മരണമടഞ്ഞിരുന്നു. അദ്ദേഹത്തിൻ്റെ വസതിയിലേക്ക് എത്താനുള്ള സാധ്യത ഉണ്ട് എന്നതാണ് ശ്രീനാഥ് ചന്ദ്രൻ നൽകിയ വിവരം. ഡൽഹി